പശ്ചിമബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് വെടിയേറ്റ് മരിച്ച മധ്യഗ്രാമിൽ ജനൻ TV സംഘം എത്തിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയാണ് ബംഗാളിലെ മധ്യഗ്രാമിൽ ചന്ദ്രനാഥിനെ വെടിവെച്ചു കൊന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്നും. ശ്രീകാന്ത്, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മറ്റൊരു മാധ്യമങ്ങളും എത്താത്തൊരു സ്ഥലമാണ്. ബംഗാളിന്റെ ചോരമണക്കുന്ന ഗ്രാമങ്ങളിലേക്ക്, അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്നും കേരളത്തിൽ ഒരു മാധ്യമവും ഇതുവരെ അവരുടെ ക്യാമറ കണ്ണുകൾ തുറന്നിട്ടില്ല. എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? ഞാനിപ്പോൾ നിൽക്കുന്നത് പശ്ചിമ ബംഗാളിലെ മധ്യഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. ഇത്ര വലിയ BJP വിജയത്തിനിടയിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ച നിയോജക മണ്ഡലം കൂടിയാണ് ഈ സ്ഥലം, ഈ മധ്യഗ്രാം എന്ന് പറയുന്ന സ്ഥലം. അവിടെ വളരെ ശക്തമായ പോരാട്ടമാണ് BJP കാഴ്ചവെച്ചതും BJPയുടെ പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഏറ്റവും അധികം അക്രമം നേരിട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മധ്യഗ്രാം എന്ന് പറയുന്നത്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ആ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ്, ആ ചില്ല് പൊട്ടിക്കിടക്കുന്ന സ്ഥലം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വെച്ചാണ് ഈ കൊലപാതകം, ക്രൂരമായ കൊലപാതകം, പൈശാചികമായ കൊലപാതകം ബംഗാളിൽ അരങ്ങേറിയത്. ചന്ദ്രനാഥ് ബുധനാഴ്ച രാത്രി 10:30 ഇതുവഴി കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ SUV-യിൽ കടന്നു പോകുമ്പോൾ ഒരു ചെറു കാർ അദ്ദേഹത്തിന്റെ വാഹനം കടന്ന് വട്ടം കൊണ്ടുവയ്ക്കുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ ബൈക്കിലെത്തിയ അക്രമകാരികൾ പുറത്തേക്കിറങ്ങി ഓസ്ട്രിയൻ നിർമ്മിത പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു, തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വെടിയേറ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർ അത്യാസന്ന നിലയിൽ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, 2021 തൃണമൂൽ കോൺഗ്രസ് വിജയിച്ച ഘട്ടത്തിൽ 3 മാസത്തിനിടെ 61 BJP പ്രവർത്തകരെയാണ് കൊന്നു തള്ളിയത് തൃണമൂല്. അവരുടെ തോറ്റിട്ടും ഇപ്പോഴും അവർ ആ അക്രമ രാഷ്ട്രീയം നിർത്താൻ തയ്യാറായിട്ടില്ല. ഇവിടെ തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി വലിയ ഭീഷണി ഉയർത്തിയിരുന്നു. ആ ഭീഷണി സന്ദേശത്തിൽ അയാൾ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ ഡൽഹിയിലുള്ള അപ്പനും ഒന്നും വന്ന് ഇവിടെ രക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങളെ എന്നൊരു ഭീഷണി ഈ അഭിഷേക് ബാനർജി മുഴക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് അത് അക്ഷരം പ്രതി അഭിഷേക് ബാനർജിയുടെ ആ വാക്കുകൾ ശരിവെക്കും വിധമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂർ തികയും മുൻപ് ഒരു BJP കാര്യകർത്താവ്, അതും സുവേന്ദു അധികാരിയോടൊപ്പം നന്ദിഗ്രാമിൽ കഴിഞ്ഞ തവണ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ തോൽപ്പിച്ച സമയം മുതൽ സുവേന്ദുവിനൊപ്പമുള്ള PA ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം ആർമി ഏവിയേഷൻ വിങ്ങിൽ പ്രവർത്തിച്ച് അതിനുശേഷം സുവേന്ദു അധികാരിക്കൊപ്പം കൂടുകയായിരുന്നു. റിട്ടയർഡ് സൈനികൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നേർക്ക് ക്രൂരമായ കൊലപാതകം നടന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ കണ്ണുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. സധൈര്യം സുവേന്ദു അധികാരിക്കൊപ്പം നിന്ന് മമതാ ബാനർജിയുടെ 15 വർഷം നീണ്ട കിരാത ഭരണം അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ചില സന്ദേഹങ്ങൾ, ചില സംശയങ്ങൾ പോലീസിന് ഉണ്ട്. അതായത് അതിർത്തി കടന്നുള്ള ജിഹാദി സംഘമാണ് ഈ അക്രമം നടത്തിയത്, ഈ കൊലപാതകം നടത്തിയത് എന്ന സംശയമാണ് ബലപ്പെടുന്നത്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരു പക്ഷേ ഈ ജിഹാദി സംഘത്തിന് ആയുധങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഓസ്ട്രിയൻ തോക്കെന്നൊക്കെ പറയുന്നത് അങ്ങനെ അവൈലബിൾ ആയി ഈ ലോക്കലിൽ കിട്ടുന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പോലീസ് അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും. ഈ അങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ കറണ്ടില്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്ത്, വൈദ്യുതി വിളക്കുകളില്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്ത്, CCTV ഇല്ലാത്ത ഒരു പ്രത്യേക മേഖലയിലേക്ക് വാഹനം വന്നപ്പോൾ അത് തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒരു പക്ഷേ സുവേന്ദു അധികാരിയെ തന്നെ ആയിരിക്കാം ഇവർ ലക്ഷ്യമിട്ടത് എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ഓർക്കേണ്ട കാര്യം, ഇത് തൃണമൂലിന്റെ കോട്ടയാണ്, നെടുങ്കോട്ട എന്ന് പറയാവുന്ന സ്ഥലമാണ്. ഇത്ര വലിയ മത്സരത്തിനിടയിലും അവർ ജയിച്ചു കയറിയ സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ BJP നേതാക്കൾ ഒക്കെയുണ്ട്, പ്രാദേശിക നേതാക്കളുണ്ട്. നമ്മൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ അവർ ഇവിടേക്ക് വരുന്നതിന് മുൻപ് വളരെ പ്രിക്കോഷൻ അവരെടുത്തിരുന്നു. നേതാക്കളെ എല്ലാം തന്നെ വിളിച്ച് ചോദിച്ച് എല്ലാവരെയും കാര്യങ്ങൾ അറിയിച്ച് പോലീസിന്റെ കൂടി സാന്നിധ്യത്തിലാണ്, ശക്തമായ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്, പോലീസിന്റെ സാന്നിധ്യത്തിലാണ് നമ്മോടൊപ്പം അവർ ഇവിടേക്ക് വരാൻ തയ്യാറായത്. ആദ്യഘട്ടത്തിൽ അവർ വരാൻ മടിച്ചിരുന്നു, വരാൻ തയ്യാറായതുമില്ല ഈ ഒരു പ്രദേശത്തേക്ക്. പക്ഷേ അവരിപ്പോൾ നമ്മോടൊപ്പം വന്നു. അതിനുശേഷമാണ് നമുക്കിത് റിപ്പോർട്ട് ചെയ്യാൻ പോലും സാധിക്കുന്നത്. അങ്ങനെ ഒരു ഭീകരമായ സാഹചര്യം ബംഗാളിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കാം, ഇതിനു മുൻപ് എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. സർക്കാർ നാളെ അധികാരമേൽക്കും, അതിനുശേഷം ശക്തമായ നടപടി ഉണ്ടാകും.
എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ നിന്നും ഒരു മാധ്യമം പോലും ഏതെങ്കിലും ഒരു നിസാര സംഭവം ഉത്തരേന്ത്യയിൽ ഉണ്ടായാലും ഊതിപ്പെരിപ്പിച്ച് അതൊരു വലിയ വാർത്തയാക്കുന്ന ഒരൊറ്റ മാധ്യമം പോലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കിരാത വാഴ്ച, ഈ കൊടും ക്രൂരത, ഈ കൊലപാതകം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇവിടേക്ക് എത്തിയിട്ടില്ല. ജനം TV മാത്രമാണ് ഇപ്പോൾ ഈ മധ്യഗ്രാമിലേക്ക്, തൃണമൂലിന്റെ കോട്ടയിലേക്ക്, കൊത്തളങ്ങളിലേക്ക് സധൈര്യം കടന്നു വരാൻ ശ്രമിച്ചത്. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റേത് എന്നുള്ളതല്ല, ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ദേശീയവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയായിക്കോട്ടെ, ഏത് വ്യക്തികളായിക്കോട്ടെ, അവർക്കെതിരെ സധൈര്യം അവരുടെ കോട്ടകളിലേക്ക് ജനം TV കടന്നെത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരുപക്ഷെ രാത്രിയാകുമ്പോൾ വീണ്ടും തൃണമൂലിന്റെ കൈകളിലേക്ക് പോകാം. BJP പ്രവർത്തകരൊക്കെ തന്നെ ഭയചകിതരായാണ് ഇവിടെ നിലവിലുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്കിവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നാളത്തെ അധികാര കൈമാറ്റം നടന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഈ ഗുണ്ടാ മാഫിയെ, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഗുണ്ടാ മാഫിയെ അടിച്ചമർത്താതെ ബംഗാളിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് മധ്യഗ്രാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശ്രീകാന്ത്, വ്യക്തമാണ്. എന്തായാലും ഈ ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് 2021 കാലത്തൊക്കെ എങ്ങനെയാണ് ബംഗാളിൽ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാവുകയും അവിടെ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തതെന്നൊക്കെ. അന്ന് പല BJP പ്രവർത്തകരുടെയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ വീടുകളിൽ കയറിയിറങ്ങി അവിടെ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരം വാർത്തകളിൽ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ണടച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായൊരു നിലപാട് അവർ സ്വീകരിക്കുന്നതിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും പെടേണ്ട കാര്യമില്ല. എങ്കിലും ബംഗാളിൽ സംഭവിക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ സ്വന്തം ഓഫീസുകളൊക്കെ വീണ്ടും തുറക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തുവരും. അത്തരം ദൃശ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ വളരെ ധൈര്യത്തോടെയൊക്കെ ഷെയർ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അത്തരം സാഹചര്യങ്ങളെപ്പറ്റി നമുക്കിപ്പോൾ ഈ എത്തിയ ഉടനെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? നിലവിൽ ഈ പ്രദേശത്ത്, ഈ മധ്യഗ്രാം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മറ്റ് സംഘടനകൾക്ക് നിർഭയം മത്സരിക്കാൻ സാധിച്ചത്. ഇവിടെ CPM-ന്റെ കൊടി നമുക്ക് കാണാം, BJP-യുടെ കൊടികൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു, CPM-ന്റെ മുഖ്യ സഖ്യകക്ഷികളുടെ കൊടികൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കാരണം കേന്ദ്രസേന അത്രയധികം സുരക്ഷ ഏർപ്പെടുത്തിയ മേഖല എന്ന നിലയിലാണ് ഇവിടെ അവർക്ക് മത്സരിക്കാൻ കൂടി സാധിച്ചത്. ഇപ്പോൾ മത്സരശേഷം തൃണമൂൽ കോൺഗ്രസ് തോറ്റതിന് പിന്നാലെ ഈ CPM-ന്റെ പാർട്ടി ഓഫീസുകൾ 15 വർഷം മുമ്പ് താഴിട്ട് പൂട്ടിയതാണ്. അതെല്ലാം വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. BJP അധികാരം പിടിച്ചതോടുകൂടിയാണ് ഭയം മാറി CPM നേതാക്കൾ പുറത്തിറങ്ങി തുടങ്ങിയത്. അവരുടെ പാർട്ടി ഓഫീസുകൾ തുറന്ന് കൊടികൾ കെട്ടാൻ തുടങ്ങിയത്. കൊടിമരങ്ങളൊന്നും എല്ലാം തുരുമ്പിച്ച് കിടന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അതെല്ലാം കോൺഗ്രസിൻ്റെതടക്കം അങ്ങനെയാണ്. CPM-ഉം കോൺഗ്രസും ഒക്കെ ഇപ്പോൾ വീണ്ടും പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്ത്, തൃണമൂലിൽ നിന്നും പിടിച്ചെടുത്ത് അത് വീണ്ടും തങ്ങളുടെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റുന്നു. അതിന് BJP അധികാരത്തിലേക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ നൽകാൻ കഴിയും. നേരത്തെ ചോദിച്ച മാധ്യമങ്ങളുടെ കാര്യം ചോദിച്ചത്, ഇവിടേക്ക്, ഈ സ്ഥലത്തേക്ക് ഇതുവരെയും ഒരു മലയാളം മാധ്യമം പോലും വന്നിട്ടില്ല. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയാം, കേരളത്തിൽ 10-11 മാധ്യമങ്ങൾ ഉണ്ട്. അതിൽ 10 പേരും ഒരു വശത്ത് നിന്നാലും തൊട്ടിപ്പുറത്ത് ഒരു ജനം TV ഉണ്ടാകും. ഒരു വാർത്തയും, അത് ഈ രാഷ്ട്രത്തിനെതിരായ, ഇവിടുത്തെ ദേശീയവാദികൾക്കെതിരായ ഒരു വാർത്തയും പുറം ലോകത്തെത്താതെ പോകില്ല എന്നുള്ള കാര്യം നമ്മൾ നമ്മളുടെ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുകയാണ്. ജനം TVക്കൊപ്പം തുടരുക. ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരായ വാർത്തകൾ എന്ത് വില കൊടുത്തും പുറം ലോകത്തേക്ക് എത്തിക്കും. അത് ജനം TVയുടെ മാധ്യമപ്രവർത്തകർക്ക് അത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അവർക്ക് നേർക്കുള്ള ഭയപ്പെടുത്തലോ ഉണ്ടായാലും ഏത് കോട്ടകൊത്തളങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മധ്യഗ്രാമല്ല, മമതാ ബാനർജിയുടെ നെടുങ്കോട്ടയിലായാലും നമ്മളത് റിപ്പോർട്ട് ചെയ്തേ മടങ്ങൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കത് മാത്രമാണ് പറയാനുള്ളത്. ഈ മധ്യഗ്രാമിൽ ജനം TV സംഘം അല്പസമയം മുമ്പാണ് എത്തിയത്. BJP പ്രവർത്തകർ ആ ഘട്ടത്തിൽ അവർ പല ആളുകളുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചത്. അതായത് അത്രത്തോളം ഭയം ഈ പ്രദേശത്താകെ രൂഢമൂലമായിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം അത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. സുവേന്ദു അധികാരിയുടെ PA കൊല്ലപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും എന്നൊരു ഭയം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ സ്ഥലം, അവരുടെ നെടുങ്കോട്ട. ഇത്ര വലിയ BJP ക്ലീൻ സ്വീപ്പിനിടയിലും തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു നിന്ന മേഖല കൂടിയാണ് ഇത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്.
ശ്രീകാന്ത്, ഒറ്റ ചോദ്യം കൂടി. അതായത് നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് വിധത്തിലായിരിക്കും? കാരണം പ്രധാനമന്ത്രി അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തുന്നത്. അതിനനുസരിച്ചുള്ള കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ ആക്രമണം വഹിച്ചുവിടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നുണ്ടോ എന്നൊരു നിലവിൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അത്ര സുഖകരമായ ഒരു സ്ഥലം കൂടിയല്ല. എങ്കിലും ഇവിടെ കഴിഞ്ഞ ദിവസം അക്രമം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ CRPF കേന്ദ്രസേന ഇവിടെ വളരെ സുരക്ഷ നൽകിക്കൊണ്ട് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്രസേന അംഗങ്ങൾ എല്ലാവരും തന്നെ കുറേ നാളുകളായി തന്നെ ഉണ്ട്. നമുക്കൊരു മലയാളിയെ കൂടി നമുക്ക് കേന്ദ്രസേനാംഗമാണ്, അദ്ദേഹത്തെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. ഇവിടുത്തെ എവിടെ നിന്ന്, ഏത് ക്യാമ്പിൽ നിന്ന്? ഞാൻ 241 കുറെ നാളുകൊണ്ട് കുറച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ എവിടെയാ സ്ഥലം? കണ്ണൂർ പ്രോപ്പർ കണ്ണൂർ ചിക്കിക്കുളം. ഈ ഇവിടുത്തെ ഇലക്ഷൻ മൊത്തത്തിൽ കണ്ടിട്ട് എന്താ തോന്നിയത്? നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ലല്ലേ? അല്ലല്ല, കുറച്ച് മാറ്റം. വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള എന്നാലും കുഴപ്പമില്ല, കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെയല്ല, അല്ല അത് പറയണ്ട. ഇവിടെ ഇനിയിപ്പോ സെക്യൂരിറ്റിക്ക് ഇട്ടേക്കാണല്ലേ സാർ? സെക്യൂരിറ്റി അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളാണ്, കേന്ദ്ര സേനാ അംഗമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ്. ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ചെയ്യാൻ വന്നയാളാണ് അദ്ദേഹം. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ബ്രിഗേഡ് മൈതാനിയിൽ കർശനമായ സുരക്ഷയുണ്ട്. നമ്മൾ ബ്രിഗേഡ് മൈതാനിയിൽ രാവിലെ പോയിരുന്നു. ബ്രിഗേഡ് മൈതാനിയിൽ എത്തി അവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ഒരു ഈച്ച പോലും കടക്കാത്ത വിധം കേന്ദ്രസേന അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം ഇന്ന് നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു, നാളെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ വരുന്നതാണ്. മാധ്യമങ്ങൾക്ക് പോലും അകത്തേക്ക് പ്രവേശനം ഇന്നില്ല. നിങ്ങൾക്ക് പാസ് ലഭിക്കുന്ന പക്ഷം നാളെ നിങ്ങൾക്ക് കടന്ന് അവിടെ എന്തും ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അത്രയധികം സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കലാപസമാനമായ അന്തരീക്ഷം ഈ സത്യപ്രതിജ്ഞാ ദിനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തൃണമൂലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്, ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രസേന ഇപ്പോഴും ബംഗാളിലുണ്ട് എന്നുള്ളതാണ് ആ ഭയം മാറ്റുന്നത്. കേന്ദ്രസേനയുടെ സാന്നിധ്യമാണ് ബംഗാളിൽ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായത്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇത്രയും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ കേന്ദ്രസേനയുടെ സാന്നിധ്യമാണ് കാരണമായത്. അവർ ഇനി ഈ നാളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലും ഇവിടെ തന്നെ തുടരും. ഏതാണ്ട് 60 ദിവസത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയുണ്ടായത്. അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അതിനിടയിലാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഈ മധ്യഗ്രാമിൽ നടന്നത്. ഓക്കെ ശ്രീകാന്ത്, എന്തായാലും പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടത് ബംഗാളിൽ നിന്നുള്ള വിവരങ്ങളാണ്. കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും ഒരിക്കലും പോയി റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യപ്പെടാത്ത ചില സ്ഥലങ്ങളിൽ നിന്നാണ് ജനൻ ടിവിയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീകാന്ത് അടക്കമുള്ള ഞങ്ങളുടെ സംഘം ചേരുന്നത്. ബംഗാളിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി ഒരു വനിതയുടെ നേതൃത്വത്തിൽ അവർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടികളുള്ള പ്രവർത്തകരുടെ വീടുകളിൽ കയറി അവിടുത്തെ സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോഴും TMC ഗുണ്ടകൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്.